അന്ന് പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ഒന്നടക്കം പറഞ്ഞതാണ്, ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു കാരണത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, യാതൊരു സാധനങ്ങളുടെയും വില വർദ്ധിക്കില്ല, സ്ത്രീകളുടെ സുരക്ഷിതത്വം, പിള്ളേരുടെ വിദ്യാഭ്യാസം, തൊഴില്, അങ്ങനെ സർവ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് തൊഴിലാളി വർഗത്തോട് സഹകരിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണകർത്താക്കളാണ് ഭരണത്തിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. അന്ന് 2016 കേരളത്തിന്റെ മുക്കും മൂലയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം മൈക്ക് കെട്ടി ഇതെല്ലാം കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടന്നതാണ്. പക്ഷെ അന്നു മുതൽ ഇന്ന് ഈ 9 വർഷ കാലയളവിൽ നോക്കിയാണെങ്കിൽ കേരളത്തിലെ ജനത അന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിലേറെ വളരെയേറെ കഷ്ടതകളും ദുരിതവും അനുഭവിച്ചു പോകുന്ന ഒരു കാലയളവായി കേരളം മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കേരളീയനാണ് അല്ലെങ്കിൽ ഞാൻ കേരളത്തിന്റെ മകളാണ് എന്ന് പറയാൻ സ്ത്രീകൾ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ, പെങ്ങന്മാരുടെ, കുട്ടികളുടെ എല്ലാം കണ്ണീർ വീണ് നനഞ്ഞ ഒരു മണ്ണായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 2016 പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, കേരളത്തിലെ ഒരു സ്ത്രീക്കും ഇനി തന്റെ തലയിണയുടെ അടിയിൽ കത്തിവെച്ചുറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ സ്ത്രീപീഡന കഥകളെ പറ്റി നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. കാശ്മീരും ഉന്നാവോയും ഡൽഹിയും എല്ലാം വലിയ വലിയ അപകടങ്ങളെല്ലാം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു തൊഴിലാളി വർഗത്തോട് സ്നേഹമുള്ള അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്ത പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇതൊന്നും സാധ്യമാവില്ല, ഇതൊന്നും സംഭവിക്കില്ലെന്നാണ് കേരളത്തിലെ സ്ത്രീകൾ കരുതിയത്. ഈ ചേച്ചി തലാടുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഭരണം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ നമ്മൾ ആരും സുരക്ഷിതരല്ല എന്ന്. അതാണ് ഇന്ന് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ. ഇന്ന് ഇവിടെ കൊറോണയുണ്ടായി, പ്രളയമുണ്ടായി, നിപ്പയുണ്ടായി, അതിനുശേഷം വീണ്ടും പ്രളയമുണ്ടായി. ഈ കോവിഡ് എന്ന മഹാമാരി കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങളെയും കാർന്നു തിന്നപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ നമ്മളോട്, കേരളത്തിലെ ജനത്തോട് പറഞ്ഞെന്താ, നിങ്ങൾ നിങ്ങളുടെ മുണ്ട് മുറുക്കി കൊടുക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത്, അല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൊറോണ ഉണ്ടായ കാലത്ത് നമ്മൾ നമ്മുടെ മക്കളെ പോലും, നമ്മുടെ മക്കൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഭയപ്പാടോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തിന് കൊറോണ വന്നാൽ ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു ഭയവും ഇല്ലാതെ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി ഈ കേരളമെമ്പാടും ഓടി നടന്ന് നമ്മുടെ വീടുകളിൽ നമുക്ക് മരുന്നുകൾ എത്തിച്ച്, നമ്മുടെ വീടുകളിൽ നമുക്ക് ഭക്ഷണം എത്തിച്ച്, നമുക്ക് വേണ്ട സാന്ത്വന പരിചരണം തന്ന ഒരു വിഭാഗമാണ് ഇന്ന് ഒത്തിരി ദിവസമായിട്ട് 14 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽക്കൽ ഇങ്ങനെ ഭിക്ഷയാചിച്ച് കിടക്കേണ്ട വരുന്ന ഒരു സ്ത്രീ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയപ്പോൾ ആദ്യം അവരോട് പറഞ്ഞത് അവരെന്താണ്, പാട്ട സംഘടനയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് പറയുന്നത് ഇതൊരു ഈർക്കിലി സംഘടനയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പിണറായി വിജയൻ സർക്കാരിന് ഒരു ഭരണവും അതിനുശേഷം ഒരു തുടർ ഭരണവും ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ഒരു അവസ്ഥ ഉണ്ടാക്കിയ സ്ത്രീ വിഭാഗം എന്ന് പറയുന്നത് ഈ ആശാ വർക്കർമാരാണ്. അത് അവരുടെ ആപത്ത്, കേരളത്തിന് ആപത്തുണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ കൊറോണ ഉണ്ടായപ്പോൾ, നിപ്പ ഉണ്ടായപ്പോൾ ഒരു കുട്ടിയെ പോലും ഞാൻ സൂചിപ്പിച്ചു. കാര്യം ഈ കൊറോണയുടെ സമയത്ത് എന്റെ മനസ്സിൽ തിങ്ങിനിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു 3 വയസ്സുകാരൻ പയ്യൻ, കൊറോണയാണ് അവന് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അവന് വീട്ടിൽ മറ്റുള്ളവർക്ക് അസുഖം വരും. അപ്പോ ആരോഗ്യ വിഭാഗം പറയുന്നത് അവൻ ക്വാറന്റൈനിൽ പോകണമെന്നാണ്. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ആ ഒരു 3 വയസ്സുകാരൻ പയ്യൻ, അവന്റെ ഒരു കവറിലാണ് അവന്റെ ഡ്രസ്സ് എടുത്തേക്കുന്നതെന്ന്, ഒറ്റയ്ക്ക് ഒരു ക്വാറന്റൈനിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സംഗതി. അവൻ അമ്മയുണ്ട്, വീട്ടുകാരുണ്ട്, അപ്പനുണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും അവനെ പരിചരിക്കാനോ അവന്റെ അടുത്ത് പോകാനോ സാധിക്കാത്ത ഒരു സാഹചര്യം. അവനെ പോലും, ഒരു അമ്മയ്ക്ക് പോലും മകനെ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സമയത്താണ് ഇതെല്ലാം മറന്നുകൊണ്ട്, തന്റെ കുടുംബം മറന്നുകൊണ്ട്, തന്റെ മക്കൾ മറന്നുകൊണ്ട് ഈ വിഭാഗത്തിന്, ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ വീടാന്തരം കയറി ഇറങ്ങുകയും
ക്വാറന്റൈൻ സ്ഥലങ്ങൾ കയറിയിറങ്ങിയും കേരളത്തിൽ വേണ്ട ജനങ്ങൾക്ക് എല്ലാ പരിചരണവും നൽകിയത്. അവർക്ക് വീണ മന്ത്രി പറഞ്ഞതെന്താ, അവർക്ക് 13,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം വളരെ തുച്ഛമായ 7,000 രൂപയാണ് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. അത് തന്നെ അവരുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു മീറ്റിംഗ് അവർ നടത്തിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 1000 രൂപ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അവിടെ സർവേ നടത്തിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത്ര തുക കട്ട് ചെയ്യും. അപ്പോ അങ്ങനെ വരുമ്പോൾ വെറും 2,000-ഉം 3,000-ഉം ഏറിയാൽ ഒരു 5,000 രൂപ വരെ ഒരു ആശാ വർക്കർമാർക്ക് ഒരു മാസം വേതനമായി ലഭിക്കുന്നുള്ളൂ. ഈ രീതിയിലും പോവാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. കാര്യം കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാടാണ്. ഇവിടെ എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും അതെല്ലാം സഹിച്ചു പോവാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സന്നദ്ധരാണ്. പക്ഷേ ഈ 5,000 രൂപയ്ക്കും ഈ 2,000 രൂപയ്ക്കും അല്ലെങ്കിൽ ഈ 7,000 രൂപയ്ക്കും ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഭരണവും തുടർ ഭരണവും പിണറായി വിജയൻ സർക്കാരിന്റെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. ഇന്ന് എന്തിനാണ് വില കൂടാത്തത്? എല്ലാ കരങ്ങളുടെ എല്ലാം വില കൂട്ടി, കരങ്ങളെല്ലാം കൂട്ടി. ഇലക്ട്രിസിറ്റി വില വർദ്ധിപ്പിച്ചു, വെള്ളത്തിന്റെ വില വർദ്ധിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിച്ചു, ഗ്യാസിന് വില വർദ്ധിച്ചു. ഒരു കുട്ടിക്ക് തന്റെ മകൾ പഠിക്കുന്ന ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇന്ന് 45 രൂപയിൽ മേല് വേണ്ടി വരും ഒരു നോട്ട്ബുക്കിന്. അപ്പോ ഒരു പേന വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ 10 രൂപയിൽ മേല് വരും. അപ്പോ ഇന്ന് സർവ്വ സാധനങ്ങളുടെ വില വർധന ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഈ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം അത് സമയത്ത് ലഭിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടും അത് കണ്ടില്ല, നിങ്ങളൊരു ഈർക്കിലി സംഘടനയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പിണറായി വിജയൻ സർക്കാർ. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമാണ് യാതൊരു വിലയും വർദ്ധിക്കാത്തത്. ഇന്ന് കേരളത്തിലെ സമസ്ത സാധനങ്ങളുടെയും വില വർദ്ധിച്ചു, സമസ്ത മേഖലയിലും വില വർധനമാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ജീവന് മാത്രം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തിൽ യാതൊരു വിലയും ഇല്ലാതെ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിണറായി വിജയൻ സർക്കാർ വെറും നാൽക്കാലികളുടെ ജീവന്റെ വില പോലും കൽപ്പിക്കില്ല എന്നതാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം പിണറായി വിജയൻ സർക്കാരിന്റെ ക്ലിഫ് ഹൗസിലെ പശുക്കൾക്ക് തൊഴുത്ത് നന്നാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടി 45 ലക്ഷം മുടക്കാൻ പിണറായി വിജയൻ തയ്യാറാണ്. അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ നീന്തൽ കുളത്തിന് മോടി പിടിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാണ്. പക്ഷെ ഇന്ന് ഈ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ച് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത, തന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത, തന്റെ മക്കൾക്ക് ജോലി കൊടുക്കാൻ പറ്റാത്ത, തന്റെ വീട്ടിലുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും പാകം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഈ ആശാ വർക്കർമാർ അവരുടെ വേതനം സമയത്ത് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ഒരു നാൽക്കാലികളുടെ വില പോലും കൽപ്പിക്കാതെ പാട്ട് സംഘടനയാണെന്നും ഈർക്കിലി സംഘടനയാണെന്നും പറഞ്ഞ് ഇന്നത്തെ സ്ത്രീ സമൂഹത്തെ തള്ളിക്കളയുന്ന ഒരു പിണറായി വിജയൻ സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് എല്ലാത്തിനും പിണറായി വിജയന് സമയവുമുണ്ട്, പൈസയുമുണ്ട്. ഇല്ലാത്ത വികസന കഥകൾ ഊത്തിവീർപ്പിച്ച് പറയുന്നതിന് വേണ്ടി കോടിക്കണക്കിന് പൈസ മുടക്കി കേരളത്തിന്റെ മുക്കും മൂലയിലും സംഘടിച്ച് പ്രവർത്തിച്ചു പോകുന്നതിന് വേണ്ടി പിണറായി വിജയന് സമയമുണ്ട്. അപ്പോഴാണ് കേരളത്തിനെ പിടിച്ചു നിർത്തിയത്, കേരളത്തിന്റെ ജീവൻ തന്നെ പിടിച്ചു നിർത്തിയ ആശാ വർക്കർമാർക്ക് അവരുടെ വേതനം കൊടുക്കാൻ സമയമില്ല. ഇന്ന് സ്ത്രീകളുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പലതും നമുക്ക് പറയാനുണ്ടല്ലേ. സ്ത്രീകൾക്ക് സുരക്ഷിതം പറഞ്ഞു, പക്ഷെ സുരക്ഷിതത്വം എങ്ങും ലഭ്യമാകുന്നില്ല. ഇന്ന് സ്ത്രീകളുടെ സുരക്ഷിതത്വം മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് വിടുവാൻ നമ്മുടെ അമ്മമാർക്ക് പേടിയാണ് അല്ലേ. വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വിട്ടുകഴിഞ്ഞാൽ അവര് തിരിച്ചു വരുമെന്ന് യാതൊരു നമുക്ക് ഉറപ്പുമില്ലാത്തൊരു സാഹചര്യം. ആ കടമയും കഴിഞ്ഞ് വിദ്യാഭ്യാസം കടന്ന് പൂർത്തീകരിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ആയാൽ ജോലി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽക്കൽ പോയി മുട്ടിലിഴയണം, അല്ലെങ്കിൽ ഐസ് പെട്ടിയിൽ കിടന്ന് സമരം ചെയ്യണം. അല്ലെങ്കിൽ എളുപ്പ വഴിയുണ്ടോ? ഒന്നെങ്കിൽ DYFI പ്രവർത്തകരായാൽ മതി, അല്ലെങ്കിൽ SFI പ്രവർത്തകരായാൽ മതി. ഇന്ന് നമ്മുടെ മക്കൾക്ക് നല്ല ജീവിത സൗകര്യവും വിദ്യാഭ്യാസവും തൊഴിലും വാഗ്ദാനം ചെയ്ത സർക്കാർ ഇന്ന് നമ്മളുടെ സ്ത്രീകൾക്ക്, കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത് എന്താണ്? കുറെ മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാരും അദ്ദേഹത്തിന്റെ ഭരണകൂടവും പോലീസും എല്ലാം പിടിവേല ചെയ്യുകയാണ്. കാര്യം എന്നാൽ മാത്രമേ ഈ കേരളത്തിൽ അക്രമങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും
അമ്മമാരെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ് മദ്യത്തിന്റെ മയക്കുമരുന്നും കൊടുത്തുകൊണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം പിതാവ് തന്റെ ജീവിത സൗകര്യങ്ങൾക്ക് തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ വെട്ടിക്കൊല്ലുന്ന മകൻ, അല്ലെങ്കിൽ അമ്മ തനിക്ക് വേണ്ട പൈസ നൽകിയില്ല എന്ന് പറഞ്ഞ് അമ്മേനെ കീഴ്പ്പെടുത്തുന്ന ഒരു മകൻ. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് നമ്മള് പേപ്പറിലൂടെ വായിച്ച കണ്ണ് നെട്ടിപ്പോവുകയാണ്. ഒരു യുവാവ് 6 പേരെ നിഷ്കൂർണം വെട്ടിക്കൊല്ലാനും വാക്കത്തി കൊണ്ട് വെട്ടാനും അതുപോലെ തന്നെ ചിറ്റിയ കൊണ്ട് അടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സംവിധാനം. അപ്പോ ഇതെല്ലാം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ സംഭാവനയാണ്. അപ്പോ ഇതിനെതിരെയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്ന് ഈ ഇർക്കിലി സംഘടനയാണെങ്കിലും കേരളമെമ്പാടുമുള്ള മഹിളാ കോൺഗ്രസ് ഈ ആശാ വർക്കർക്ക് സപ്പോർട്ടുമായാണ് ഈ സിഗ്നേച്ചർ ക്യാമ്പയിനുമായിട്ടും മറ്റു പ്രതിഷേധങ്ങളുമായിട്ടും മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളമെമ്പാടുമുള്ള 282 ബ്ലോക്കുകളിലും മറ്റു ജംഗ്ഷനുകളിലെ മുക്കും മൂലയിലും ഈ പ്രതിഷേധം ഞങ്ങൾ ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇനിയും ഈ പിണറായി വിജയൻ സർക്കാർ ആശാ വർക്കർമാരെ കണ്ടില്ലെങ്കിൽ, കേരളത്തിന്റെ സ്ത്രീകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെ മഹിളാ കോൺഗ്രസ് ഇവരോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഇലക്ഷൻ കേരളത്തിലെ ഓരോ സ്ത്രീകളും തന്റെ വിരൽ ചൂണ്ടി തന്നെ ഈ സർക്കാരിന് വലിയൊരു മറുപടി കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.